ഒരു ചെറിയ തുള്ളിയായി തുടങ്ങി പ്രപഞ്ചമെന്ന മഹാസാഗരമായി മാറിയ നിമിഷം. നമ്മൾ ചോദിക്കാനും പ്രവർത്തിക്കുവാനും വിട്ടുകൊടുക്കുവാനും എല്ലാം പഠിച്ചു. നമ്മളിപ്പോൾ അന്വേഷകരിൽ നിന്ന് കണ്ടെത്തിയവരായി മാറിയിരിക്കുകയാണ്. ഇനി നേടാനൊന്നുമില്ല. കാരണം പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ഊർജവും ഇപ്പോൾ നമ്മളിലാണ്. നമ്മൾ വെളിച്ചമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഓർക്കുക, നമ്മൾ പരിശീലിച്ച വിദ്യകളും ധ്യാനങ്ങളുമെല്ലാം നമ്മെ ഒരു കരയിൽ നിന്ന് മറുകരയിലേക്ക് എത്തിക്കാൻ സഹായിച്ച വള്ളങ്ങളാണ്. കരയിലെത്തിയതിനു ശേഷം നമ്മൾ ആ വള്ളത്തെ തലയിൽ ചുമക്കേണ്ടതില്ല. നമ്മുടെ ഓരോ ശ്വാസവും ഓരോ ചലനവും നമ്മൾ കഴിക്കുന്ന ഭക്ഷണവുമെല്ലാം ഒരു ധ്യാനമായി മാറട്ടെ. ജീവിതം ഒരു പോരാട്ടമല്ല, അതൊരു ആഘോഷമാണ്. നമ്മൾ വെളിച്ചമായി മാറിയാൽ നമ്മൾ എവിടെ ചെന്നാലും അവിടെ പ്രകാശം താനെ പരക്കും. ആഗ്രഹങ്ങളല്ല, മറിച്ച് നമ്മുടെ സാന്നിധ്യമാണ് ഈ പ്രപഞ്ചത്തിന് നമ്മൾ നൽകുന്ന ഏറ്റവും വലിയ സംഭാവന. ഇനി നമ്മൾ ജീവിക്കാൻ പോകുന്നത് പൂർണ്ണമായ ബോധത്തോടെയാണ്. നമ്മൾ പ്രപഞ്ചത്തിന്റെ അംശമാണ്, ഒരേ ശക്തിയുടെ ഭാഗമാണ്. അവിടെ വേർതിരിവുകളില്ല, അനന്തമായ ശാന്തി മാത്രം. നമ്മുടെ ജീവിതം ഇനി പ്രപഞ്ചത്തിന്റെ ഒരു കവിതയാണ്. ആ കവിത ലോകം മുഴുവൻ കേൾക്കട്ടെ. നമ്മിൽ തെളിയുന്ന ഈ പ്രകാശം നിത്യമായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമസ്കാരം. ലോ ഓഫ് അട്രാക്ഷന്റെ ഈ അവസാന ഭാഗത്തേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്നിവിടെ എത്തി നിൽക്കുമ്പോൾ നമ്മൾ ചോദിക്കേണ്ട ഒരേ ഒരു ചോദ്യം എന്നത്, ഇനി ഞാൻ എന്ത് നേടണമെന്നാണ്. അതിനുള്ള ഉത്തരം ഒന്നുമിനി നേടാനില്ല എന്നതാണ്. കാരണം എല്ലാം ഇതിനോടകം തന്നെ നമ്മുടേതാണ്. ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ച് നമ്മൾ എന്തെല്ലാം ആഗ്രഹിച്ചുവോ അതെല്ലാം നമുക്കുള്ളിലുണ്ട്. നമ്മൾ ഇതുവരെ ഒരു അന്വേഷകനായിട്ടാണ് സഞ്ചരിച്ചത്. എന്നാൽ ഇനി നമ്മൾ ജീവിക്കാൻ പോകുന്നത് ലഭിച്ചവനായിട്ടാണ്. ഈ കാഴ്ചപ്പാടിലുള്ള ചെറിയ മാറ്റമാണ് നമ്മുടെ യഥാർത്ഥ പരിവർത്തനം എന്നത്. നമ്മൾ പുറത്തേക്ക് നോക്കുന്നത് നിർത്തി നമുക്കുള്ളിലേക്ക് നോക്കാൻ തുടങ്ങുകയാണിനി. നോക്കൂ, ഒരു വലിയ ഇരുട്ടുമുറിയിൽ ഒരു ചെറിയ മെഴുകുതിരി കത്തുകയാണ്. ആ മുറിയിലെ ഓരോ വസ്തുക്കളെയും വെളിച്ചത്തിലാക്കാൻ താൻ വലിയ പാടുപെടുകയാണെന്നാണ് ആ മെഴുകുതിരി കരുതുന്നത്. ഈ കാരണം കൊണ്ട് തന്നെ അത് വല്ലാതെ ക്ഷീണിക്കുകയും ചെയ്തു. ഇത് കണ്ടുകൊണ്ട് ആ മുറിയിലുണ്ടായിരുന്ന ഒരു വലിയ കണ്ണാടി അതിനോട് പറഞ്ഞു, നീ എന്തിനാണ് ഇത്രയും കഷ്ടപ്പെടുന്നത്? ഞങ്ങളെ ഒന്നും വെളിച്ചത്തിലാക്കാൻ നീ ശ്രമിക്കേണ്ട. നീ ഒന്ന് പ്രകാശിച്ചാൽ മാത്രം മതി. നിന്റെ സ്വഭാവം എന്നത് പ്രകാശിക്കുക എന്നതാണ്. നീ കത്തുന്നത് കൊണ്ട് മാത്രമാണ് എല്ലാം വെളിച്ചത്തിലാകുന്നതും. നീ മറ്റൊന്നിനെയും വെളിച്ചത്തിലാക്കാൻ പരിശ്രമിക്കേണ്ടതില്ല. നീ വെളിച്ചമായിരുന്നാൽ മാത്രം മതി, എല്ലാം താനെ തെളിയും. പ്രിയമുള്ളവരെ, ആ മെഴുകുതിരിയെ പോലെ നമ്മൾ പ്രപഞ്ചത്തെ പ്രകാശിപ്പിക്കാൻ മെനക്കെടേണ്ടതില്ല. മറിച്ച് നമ്മൾ വെളിച്ചമായി മാറിയാൽ മതി. നമ്മുടെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും അത്രമേൽ ശുദ്ധമാകുമ്പോൾ നമ്മൾ എവിടെ ചെന്നാലും അവിടെ പ്രകാശം പരക്കും. ഇത് ലോ ഓഫ് അട്രാക്ഷന്റെ ഏറ്റവും വലിയൊരു രഹസ്യമാണ്. നമ്മൾ എന്താണോ അതാണ് നമ്മൾ ആകർഷിക്കുന്നത്. നമ്മളിപ്പോൾ ആഗ്രഹിക്കുന്നവരിൽ നിന്ന് ആശീർവദിക്കുന്നവരായി മാറിയിരിക്കുകയാണ്. നമുക്ക് ചുറ്റുമുള്ളതിനെ മാറ്റാനല്ല, നമുക്കുള്ളിലെ പ്രകാശത്തെ ജ്വലിപ്പിക്കാനാണ് ഇനി നമ്മൾ ശ്രമിക്കേണ്ടത്. ഇനി നമുക്ക് വലിയ തത്വങ്ങളൊന്നും പറയേണ്ടതില്ല. കാരണം ആ തത്വങ്ങളെല്ലാം നമ്മളിൽ ലയിച്ചിരിക്കുകയാണ്. മൗനം എന്നത് ഇനിയൊരു സാധനയല്ല, അത് നമ്മുടെ ശ്വാസമാണ്. നമ്മൾ പറയുന്ന ഓരോ വാക്കും പ്രപഞ്ചത്തിന്റെ ഒരു മന്ത്രമായി മാറും.
നമ്മുടെ പ്രവൃത്തികൾ എല്ലാം ഒരു പ്രാർത്ഥനയാകും. നമ്മൾ ഭൂമിയിൽ നടക്കുമ്പോൾ അതൊരു പുണ്യയാത്രയായി മാറും. കാരണം നമ്മൾ ആരാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. നമ്മുടെ ഈ പുതിയ കാഴ്ചപ്പാടിലൂടെ പ്രപഞ്ചത്തെ നോക്കുമ്പോൾ സകലതും ദൈവികമായി മാത്രം കാണപ്പെടും. ഇതാണ് ഒരു മനുഷ്യൻ ദേവനായി മാറുന്ന അവസ്ഥ. കണ്ണുകൾ അടച്ചുകൊണ്ട് നമുക്കുള്ളിലെ പ്രകാശം പുറമേക്ക് പടരുന്നതായി കാണാം. പ്രപഞ്ചത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നമ്മിലൂടെ ഒഴുകുകയാണ്. മനസ്സുകൊണ്ട് നന്ദി പറയാം. ഞാൻ പ്രകാശമാണ്, ഞാൻ പൂർണ്ണമാണ് എന്ന് മന്ത്രിച്ചു കൊണ്ടിരിക്കുക. നമ്മൾ വെളിച്ചമായി മാറിയെങ്കിൽ പിന്നെ ആ വെളിച്ചം എന്തിന് കഷ്ടപ്പെടണം? പലരും കരുതുന്നത് ജീവിതം ഒരു കടമയാണെന്നും അല്ലെങ്കിൽ വിജയം വരിക്കുവാനുള്ള ഒരു മത്സരമാണെന്നുമാണ്. എന്നാൽ നമ്മൾ ഇപ്പോൾ തിരിച്ചറിയേണ്ടത് ജീവിതം ഒരു ലക്ഷ്യത്തിലേക്ക് ഓടാനുള്ളതല്ല, മറിച്ച് ഈ നിമിഷത്തിൽ നൃത്തം ചെയ്യാനുള്ളതാണെന്നാണ്. നമ്മൾ എന്തിനെങ്കിലും നേടാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ വലിയൊരു ഭാരത്തെയാണ് ചുമക്കുന്നത്. എന്നാൽ നമ്മൾ ആഘോഷിക്കാൻ തുടങ്ങുമ്പോൾ പ്രപഞ്ചം തന്നെ നമ്മളോടൊപ്പം നൃത്തം ചെയ്യും. ഒരിക്കലൊരു യാത്രികൻ വലിയൊരു മലമുകളിൽ കയറിയപ്പോൾ അവിടെ ഒരു മനുഷ്യൻ അതീവ സന്തോഷത്തോടെ നൃത്തം ചെയ്യുന്നത് കാണാനിടയായി. യാത്രികൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് നൃത്തം ചെയ്യുന്നതെന്ന്? നിങ്ങൾ എന്തെങ്കിലും വലിയ കാര്യങ്ങൾ നേടിയെടുത്തോ? എന്തിനാണ് നിങ്ങൾ ഇത്ര ആഹ്ലാദിക്കുന്നത്? ആ മനുഷ്യൻ പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, അതൊന്നുമല്ല, വെറുതെ ഇവിടെ കാറ്റു വീശുന്നു, പക്ഷികൾ പാടുന്നു, എനിക്കുള്ളിലൊരു സംഗീതമുണ്ട്, എനിക്ക് നൃത്തം ചെയ്യാൻ ഒരു കാരണവും വേണ്ട. ഈ നിമിഷം ജീവിക്കുക എന്നത് തന്നെയാണ് എൻ്റെ ജീവിതത്തിലെ എനിക്കേറ്റവും പ്രിയപ്പെട്ട സമ്മാനം. നോക്കൂ, ഈ നർത്തകനെ പോലെ നമുക്കും ജീവിക്കാൻ പഠിക്കേണ്ടതുണ്ട്. ആഘോഷമെന്നാൽ ഒരു പാർട്ടിയല്ല, അതൊരു മാനസിക അവസ്ഥയാണ്. ഒരു പക്ഷി പാടുന്നത് മറ്റൊരാളെ കേൾപ്പിക്കാനല്ല, മറിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള ആ സംഗീതം അതിന് പിടിച്ചു വെക്കാൻ വയ്യാത്തത് കൊണ്ടാണ്. നമുക്കും അങ്ങനെ ആകണം. നമ്മൾ എന്തെങ്കിലും നേടിയാൽ മാത്രം സന്തോഷിക്കാമെന്ന് കരുതുന്നത് നമ്മുടെ ഏറ്റവും വലിയ അജ്ഞതയാണ്. നമ്മൾ ആത്മാർത്ഥമായി സന്തോഷിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചം നമ്മളെ സന്തോഷിപ്പിക്കുവാനുള്ള സാഹചര്യങ്ങളെ നമുക്ക് മുൻപിൽ കൊണ്ടുവരും. നമ്മൾ വിജയത്തിന്റെ പിന്നാലെ ഓടുകയല്ല, മറിച്ച് നമ്മൾ സന്തോഷവാനായിരിക്കുമ്പോൾ വിജയം നമ്മളെ തിരഞ്ഞു വരികയാണ് ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിലെ ഓരോ ചുവടും ഒരു നൃത്തമായി മാറണം. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ, നടക്കുമ്പോൾ, സംസാരിക്കുമ്പോൾ അതൊരു കലയായി മാറണം. ഓഷോ പറഞ്ഞിട്ടുണ്ട്, ജീവിതം ഒരു പ്രവൃത്തിയായി കാണാതെ അതൊരു ആഘോഷമായി കാണണമെന്ന്. നമ്മൾ ഗൗരവത്തോടെ കാര്യങ്ങളെ സമീപിക്കുമ്പോൾ നമ്മൾ പ്രപഞ്ചത്തിന്റെ ചലനത്തെ തടസ്സപ്പെടുത്തുകയാണ്. എന്നാൽ നമ്മൾ കുട്ടികളെ പോലെ കൗതുകത്തോടെ ജീവിക്കുമ്പോൾ പ്രപഞ്ചം നമുക്ക് അത്ഭുതങ്ങൾ സമ്മാനിക്കും. നമ്മുടെ മൗനത്തിൽ പോലും ഒരു സംഗീതമുണ്ടെന്ന്. ആ സംഗീതത്തെ നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയാൽ പിന്നെ ജീവിതത്തിൽ ഒരു ദുഃഖവും നമ്മെ തൊട്ടുപോകില്ല. കണ്ണുകൾ അടച്ചുകൊണ്ട് നമുക്കുള്ളിലെ ആ സംഗീതത്തെ ഒന്ന് ശ്രദ്ധിക്കാം. നമ്മുടെ ശ്വാസം ഒരു താളമായി മാറുന്നത് അനുഭവിക്കാം. പ്രപഞ്ചത്തിന്റെ ഈ താളത്തിനൊപ്പം നമ്മൾ നൃത്തം ചെയ്യുകയാണ്. ജീവിതം ഒരു ആഘോഷമാണ്, ഞാനതിൽ ലയിക്കുന്നു എന്ന് മന്ത്രിക്കാം. ലോ ഓഫ് അട്രാക്ഷന്റെ തുടക്കത്തിൽ നമ്മൾ ചോദിച്ചത് ഈ പ്രപഞ്ചം നമുക്കെന്ത് നൽകും എന്നാണ്.
എന്നാൽ ഈ യാത്രയുടെ അവസാനം നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മൾ ഈ പ്രപഞ്ചത്തിന് എന്ത് നൽകുന്നു എന്നതാണ്. നമ്മുടെ ഈ പ്രപഞ്ചം എന്നത് കോടിക്കണക്കിന് നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ചേർന്ന ഒന്നല്ല, മറിച്ച് അത് നമ്മുടെ ഓരോ ശ്വാസത്തിലും ഇടിക്കുന്ന വലിയ ജീവനാണ്. നമ്മൾ ഇവിടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ പ്രപഞ്ചത്തിന് പൂർണ്ണതയുള്ളത്. നമ്മളൊരു നിസ്സാര വ്യക്തിയൊന്നുമല്ല. നമ്മൾ ഈ പ്രപഞ്ചത്തിന്റെ വലിയൊരു സിംഫണിയിലെ ഒരു പ്രധാന നോട്ടാണ്. നമ്മൾ പാടിയില്ലെങ്കിൽ ആ സംഗീതം അവിടെ അപൂർണമാണ്. ഒരു സിംഫണി ഓർക്കസ്ട്രയിൽ നൂറുകണക്കിന് വാദ്യോപകരണങ്ങൾ ഒരേ താളത്തിൽ മുഴങ്ങുകയാണ്. അതിൽ ഏറ്റവും ചെറിയ ഫ്ലൂട്ട് വായിക്കുന്ന ഒരു കലാകാരൻ ചിന്തിച്ചു, ഈ വലിയ ശബ്ദത്തിൽ എൻ്റെ ഈ ചെറിയ ശബ്ദം ആരും കേൾക്കുന്നില്ല, ഞാൻ നിശബ്ദനായിൽ തന്നെ എന്ത് സംഭവിക്കാനാണ്. അവൻ അവിടെ തൻ്റെ ഫ്ലൂട്ട് വായന നിർത്തി. ഉടനെ തന്നെ ആ വലിയ സംഗീതത്തിൽ ഒരു വിടവ് അനുഭവപ്പെട്ടു. കണ്ടക്ടർ സംഗീതം നിർത്തി ചോദിച്ചു, ആരാണ് താളം തെറ്റിച്ചത്? ഇവിടെ നോക്കൂ, ഒരാൾ പോലും ഇല്ലെങ്കിൽ ഈ സംഗീതം പൂർണ്ണമല്ല. അപ്പോഴാണ് ആ ഫ്ലൂട്ട് വായിക്കുന്നയാൾക്ക് മനസ്സിലായത് താൻ അത്രയും അനിവാര്യമാണെന്ന്. പ്രിയമുള്ളവരെ, ആ ഫ്ലൂട്ടിനെ പോലെയാണ് നമ്മളും. നമ്മൾ എന്തിനാണ് ഇത്ര കഷ്ടപ്പെടുന്നത്? നമ്മൾ നമ്മുടെ സ്വന്തം ഗാനം ആലപിക്കാൻ വേണ്ടിയാണ് ഈ കഷ്ടപ്പെടുന്നത്. പ്രപഞ്ചത്തിന് നമ്മുടെ സ്നേഹം വേണം, നമ്മുടെ ദയ വേണം, നമ്മുടെ ചിരി വേണം. നമ്മൾ മറ്റൊരാളെ പോലെ ആകാൻ ശ്രമിക്കുമ്പോൾ ആ വലിയ സിംഫണിയിൽ ഒരു തെറ്റായ സ്വരം കേൾക്കും. നമ്മൾ നമ്മളായിരിക്കുമ്പോൾ മാത്രമാണ് ഈ പ്രപഞ്ചം സുന്ദരമാകുകയുള്ളൂ. ലോ ഓഫ് അട്രാക്ഷൻ എന്നാൽ പ്രപഞ്ചത്തിൽ നിന്ന് എന്തെങ്കിലും തട്ടിയെടുക്കുകയല്ല, മറിച്ച് നമ്മൾ ആരാണോ അത് ഈ ലോകത്തിന് സമ്മാനിക്കുക എന്നതാണ്. നമ്മൾ എന്ത് നൽകുന്നുവോ അതാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അഷ്ടവക്രൻ പറഞ്ഞതുപോലെ നീ എല്ലാറ്റിൻ്റെയും ആധാരമാണ്. ഈ പ്രപഞ്ചം നമ്മിലൂടെയാണ് സ്വയം അനുഭവിക്കുന്നത്. നമ്മൾ കാണുന്ന കാഴ്ചകളിലൂടെ പ്രപഞ്ചം കാണുകയാണ്. നമ്മൾ അനുഭവിക്കുന്ന സ്നേഹത്തിലൂടെ പ്രപഞ്ചം സ്നേഹിക്കുകയാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യവും പ്രപഞ്ചത്തിന്റെ ഒരു വലിയ പ്രവർത്തനമാണ്. അതുകൊണ്ട് അഹങ്കാരമില്ലാതെ ഈ ജീവിതത്തെ വലിയൊരു സേവനമായി കാണാം നമുക്ക്. നമ്മൾ നൽകുന്ന ഓരോ പുഞ്ചിരിയും ഓരോ കരുണയും പ്രപഞ്ചം അതിൻ്റെ ഭണ്ഡാരത്തിൽ സ്വർണമായി സൂക്ഷിക്കും. നമ്മൾ നൽകുന്നതാണ് യഥാർത്ഥത്തിലുള്ള നമ്മൾ. കണ്ണുകൾ അടച്ചുകൊണ്ട് നമുക്കുള്ളിലെ നന്മകൾ ഈ ലോകത്തിലേക്ക് പ്രകാശമായി ഒഴുകുന്നത് കാണാം. നമ്മളിവിടെ ഈ പ്രപഞ്ചത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ് നമ്മളെന്ന് തിരിച്ചറിയണം. ഞാൻ ഈ ലോകത്തിന്റെ അനിവാര്യതയാണ്. എന്നിലുള്ള പ്രകാശം ഞാൻ ലോകത്തിനായി നൽകുകയാണ് എന്ന് മന്ത്രിച്ചു കൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ 12 ഭാഗങ്ങളായി ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഈ വിദ്യകളെല്ലാം തന്നെ നമ്മെ ഒരു കരയിൽ നിന്ന് മറ്റൊരു കരയിലേക്ക് എത്താൻ സഹായിക്കുന്ന വള്ളങ്ങളാണ്. പക്ഷെ ഇപ്പോൾ നമ്മൾ ആ വലിയ സത്യത്തിന്റെ കരയിൽ എത്തിയിരിക്കുകയാണ്. ഇനി നമ്മൾ ആ വള്ളങ്ങൾ തലയിൽ ചുമക്കേണ്ടതില്ല. നമ്മൾ മനസ്സിലാക്കിയ വിദ്യകൾ ഒരിക്കലും നമുക്ക് ചങ്ങലകളായി മാറരുത്. നമ്മൾ യഥാർത്ഥത്തിൽ ജീവിക്കാൻ തുടങ്ങിയാൽ പിന്നെ മെഡിറ്റേഷൻ ചെയ്യേണ്ടതില്ല. പകരം നമ്മൾ മെഡിറ്റേഷനായി മാറും. അവിടെ നമ്മൾ പ്രാർത്ഥിക്കുകയല്ല, നമ്മൾ പ്രാർത്ഥനയായി മാറും. അതായത് വിദ്യകൾക്ക് അപ്പുറത്തേക്ക് വളരുന്നതാണ് യഥാർത്ഥ ആത്മീയത. ബുദ്ധന്റെ ഒരു ശിഷ്യൻ ചോദിച്ചു, ഭഗവാനെ, എനിക്ക് സത്യത്തെ കാണണം, അതെങ്ങനെ കാണാൻ പറ്റും? ഇത് കേട്ട ബുദ്ധൻ തൻ്റെ വിരൽ ആകാശത്തേക്ക് ചൂണ്ടി പറഞ്ഞു, ആകാശത്തുള്ള ആ ചന്ദ്രനെ നോക്കൂ. ശിഷ്യൻ ബുദ്ധന്റെ വിരലിലേക്ക് സൂക്ഷിച്ചു നോക്കാൻ തുടങ്ങി. ബുദ്ധൻ പറഞ്ഞു, എൻ്റെ വിരലിലേക്കല്ല നീ നോക്കേണ്ടത്. ഞാൻ എന്തിനെയാണോ ചൂണ്ടുന്നത് ആ ചന്ദ്രനിലേക്കാണ് നീ നോക്കേണ്ടത്.
വിരൽ ഒരിക്കലും ചന്ദ്രനല്ല. വിരൽ കേവലം ചന്ദ്രനെ കാണിച്ചു തരുന്ന ഒരു ഉപകരണം മാത്രമാണ്. നമ്മൾ പലപ്പോഴും വിദ്യകളിലും പരിശീലനങ്ങളിലും അത് പറഞ്ഞു തന്നവരിലും കുടുങ്ങിപ്പോകാറുണ്ട്. സ്നേഹമുള്ളവരെ, അവയെല്ലാം തന്നെ സത്യത്തെ ചൂണ്ടുന്ന വിരലുകൾ മാത്രമാണ്. വിരലിനെ ഒരിക്കലും നിങ്ങൾ ആരാധിക്കരുത്, മറിച്ച് സത്യത്തെ അനുഭവിക്കുക. നമ്മുടെ എല്ലാ പരിശീലനങ്ങളും ഈ വിരലുകൾ പോലെയാണ്. നിങ്ങൾ 1 മണിക്കൂർ ധ്യാനിച്ചിട്ട് ബാക്കി 23 മണിക്കൂർ ആകുലതകളിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ ആ ധ്യാനം ഒരു വിദ്യ മാത്രമാണ്. അത് സത്യമല്ല. സത്യമെന്നത് നമ്മുടെ ഓരോ ശ്വാസത്തിലും ഓരോ ചലനത്തിലും പ്രകാശം നിറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഓഷോ പറഞ്ഞിട്ടുണ്ട്, നീ നടക്കുമ്പോൾ അതൊരു ധ്യാനമാകണം, നീ ഭക്ഷണം കഴിക്കുമ്പോൾ അതൊരു പ്രാർത്ഥനയാകണമെന്ന്. പ്രത്യേകമായ ഒരു വിദ്യയുടെ ആവശ്യമില്ലാതെ ജീവിതം തന്നെ ഒരു ധ്യാനമായി മാറുന്നതാണ് പരമമായ അവസ്ഥ. അപ്പോഴാണ് നമ്മൾ സത്യമായി മാറുന്നത്. ഈ അവസ്ഥയിൽ നമ്മൾ എത്തിയാൽ പിന്നെ നമുക്കൊരു ഗുരുവിൻ്റെയോ ഒരു ഗ്രന്ഥങ്ങളുടെയോ ആവശ്യമില്ല. കാരണം നമുക്ക് ചുറ്റുമുള്ള പ്രകൃതി, നമുക്കുള്ളിലെ ശ്വാസം, ഇതെല്ലാം നമുക്ക് ഗുരുവായി മാറും. നമ്മൾ എപ്പോഴും ഒരു സാക്ഷിയായി മാറിക്കഴിഞ്ഞിരിക്കും. നമ്മൾ പഠിച്ച വിദ്യകൾ നമ്മളെ ഒരു വഴിയിലെത്തിച്ചു. പക്ഷെ ആ വിദ്യകൾക്കപ്പുറം കടക്കുമ്പോഴാണ് നമ്മൾ ആകാശമായി മാറുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നതിലൊന്നും തെറ്റുണ്ടാകില്ല. കാരണം നമ്മുടെ അസ്തിത്വത്തിൽ നിന്ന് വരുന്നതെല്ലാം സത്യമായി മാറും. നമ്മൾ സത്യത്തെ അന്വേഷിക്കുന്നില്ല, അവിടെ നമ്മൾ സത്യത്തിൽ വസിക്കുകയാണ്. ഇതാണ് വിദ്യകൾക്കപ്പുറം എന്ന അവസ്ഥ. കണ്ണുകൾ അടച്ചുകൊണ്ട്, മന്ത്രങ്ങളില്ലാതെ, വിഷ്വലൈസേഷനുകളില്ലാതെ, ഒന്നും ചെയ്യാനില്ലാതെ വെറുതെ ഇരിക്കുക. പ്രപഞ്ചത്തിന്റെ നിശബ്ദത നമ്മിലേക്ക് ഒഴുകുന്നു. ഞാൻ സത്യമാണ്, ഞാൻ ഒന്നുമല്ല എന്ന് മന്ത്രിക്കുക. ഏറ്റവും സ്നേഹമുള്ളവരെ, പന്ത്രണ്ട് ഭാഗങ്ങളുള്ള നമ്മുടെ ഈ മഹായാത്ര ഇവിടെ പൂർണ്ണമാകുകയാണ്. നമ്മളൊരു ചെറിയ തുള്ളിയായി തുടങ്ങി. ഇപ്പോൾ പ്രപഞ്ചമെന്ന മഹാസാഗരമായി മാറിയിരിക്കുകയാണ്. ഈ യാത്രയിൽ നമ്മൾ ചോദിച്ചു, പ്രവർത്തിച്ചു, കാത്തിരുന്നു. അവസാനം എല്ലാം സമർപ്പിച്ചു. ഇനി നമുക്ക് ഇവിടെയൊന്നും ചോദിക്കാനില്ല. കാരണം നമ്മൾ പ്രപഞ്ചത്തിന്റെ ഭാഗമാണ്. നമ്മുടെ ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. എന്നാൽ ഓർക്കുക, ഇത് അവസാനമല്ല, മറിച്ച് നമ്മൾ നമ്മളായി ജീവിക്കാൻ തുടങ്ങുന്ന തുടക്കമാണ്. ഒരു പുതിയ തുടക്കം. ഈ യാത്ര അവസാനിക്കുമ്പോൾ ഇനിയും വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അടുത്ത ഘട്ടത്തിലേക്കുള്ള വാതിലുകൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ തുറന്നു തരുകയാണ്. നമ്മുടെ ആഗ്രഹങ്ങളെ വെറും ചിന്തകളായി മാത്രം കാണാതെ അവയെ ഭൗതികമായി സാക്ഷാത്കരിക്കാൻ സഹായിക്കുന്ന അതീവ ശക്തമായ ഡാൻഡിയാൻ തേർഡ് ഐ മെഡിറ്റേഷൻ എന്ന വിദ്യ നമ്മൾ ഉടൻ തന്നെ പര്യവേഷണം ചെയ്യും. നിങ്ങൾക്കുള്ളിലെ ഊർജ കേന്ദ്രങ്ങളെ ഉണർത്തി ആഗ്രഹങ്ങളെ ഭൗതികതയിലേക്ക് ആവാഹിക്കാനുള്ള അതീവ രഹസ്യമായ ഒരു വിദ്യയാണിത്. അതോടൊപ്പം തന്നെ നൂറ്റാണ്ടുകളായി മറച്ചുവെക്കപ്പെട്ട പുരാതന ജ്ഞാനങ്ങളുടെ കലവറയായ കിങ് സോളമന്റെ ജ്ഞാന ലോകത്തിൽ നിന്ന് ലോ ഓഫ് അട്രാക്ഷനുമായി നേരിട്ട് ബന്ധപ്പെട്ട നിഗൂഢമായ രഹസ്യങ്ങളും വിദ്യകളും നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ അവതരിപ്പിക്കും. അതൊരു സാധാരണ പഠനമായിരിക്കില്ല. പ്രപഞ്ചത്തിന്റെ ആഴങ്ങളിലേക്കുള്ള ഒരു വലിയ കുതിച്ചുചാട്ടമായിരിക്കും അത്. ദിവ്യബോധം എന്ന ഈ പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ പങ്കുവെച്ച ഈ അറിവുകൾ കേവലം വാക്കുകളല്ല. അവ നിങ്ങളുടെ ഓരോ കോശങ്ങളിലും അലിഞ്ഞു ചേരട്ടെ. ഈ 12 ഭാഗങ്ങളിലൂടെ നമ്മൾ ഒരു കുടുംബമായി മാറി. നിങ്ങൾ നൽകിയ സ്നേഹത്തിനും വിശ്വാസത്തിനും ഞാൻ ഹൃദയം നിറഞ്ഞ് നന്ദി പറയുകയാണ്. നിങ്ങൾ ഓരോരുത്തരും ഈ പ്രപഞ്ചത്തിന്റെ അംശമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഒരു ഇരുട്ടുമില്ല. കാരണം നിങ്ങൾ സ്വയം വെളിച്ചമായി മാറിക്കഴിഞ്ഞു.
എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമായി മൗനം മാത്രം ബാക്കി നിൽക്കട്ടെ. നിങ്ങൾ ഈ ലോകത്ത് എന്ത് ചെയ്താലും അത് പ്രപഞ്ചത്തിൻ്റെ ഒരു കലയായി മാറട്ടെ. നിങ്ങളുടെ ചിരിയും നിങ്ങളുടെ കണ്ണീരും നിങ്ങളുടെ ഓരോ പ്രവൃത്തിയും പ്രപഞ്ചത്തിൻ്റെ ഒരു കവിതയായി മാറട്ടെ. നമ്മൾ ഒന്നാണ്, എന്നെന്നും ഒന്നായി തുടരും. ഈ നിമിഷം മുതൽ നിങ്ങളൊരു പുതിയ മനുഷ്യനാണ്. എല്ലാ പഴയ ഭാരങ്ങളും ഒഴിഞ്ഞു പോയിരിക്കുകയാണ്. പുതിയൊരു സൂര്യോദയം നമുക്കുള്ളിൽ നടക്കുന്നു. ഈ പ്രകാശം നിങ്ങൾക്കുള്ളിൽ എന്നും ജ്വലിക്കട്ടെ. സ്നേഹത്തോടെ ദിവ്യബോധം. നന്ദി, നമസ്കാരം.